2 ദിവസം മഴയൊന്ന് മാറിയപ്പം കുറേ പണികളങ്ങ് ചെയ്തു. ഞാൻ സ്നേക്ക് പ്ലാന്റിനെ ഒന്ന് മാറ്റി നടാൻ വേണ്ടി ഇറങ്ങിയതാണ്. കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ തൽക്കാലം ഒന്ന് ചെയ്യാം, പിന്നെ മഴ ഇല്ലാത്ത ദിവസം ബാക്കി ചെയ്യാൻ വെച്ചു. അപ്പോൾ ഈ ഉണങ്ങിയ പാം ലീഫ് ഇങ്ങനെ കിടക്കുന്നുണ്ട് ചട്ടിയുടെ മേലെ. അതൊന്ന് വലിച്ചു നോക്കി. ചിലപ്പോൾ താഴെ വീണ ചട്ടിയൊക്കെ പൊട്ടും. മിക്ക ദിവസം ഒരു ചട്ടി എങ്ങനെയെങ്കിലുമൊക്കെ പൊട്ടും, വണ്ടി തട്ടിയിട്ടും പൂച്ച ഓടിയിട്ടൊക്കെ. അപ്പോൾ അത് ഞാൻ ഉപേക്ഷിച്ച് സ്നേക്ക് പ്ലാന്റ് എല്ലാം വീണ്ടും റിപ്പോർട്ട് ചെയ്യാനൊക്കെ വന്നു. അപ്പോൾ പുറത്തുനിന്ന് ഒരു ചട്ടിയൊക്കെ വാങ്ങുന്ന സ്ഥലമുണ്ട് റോഡ് സൈഡിൽ. അപ്പോൾ അവിടുന്ന് എപ്പോഴും വരുമ്പം വാങ്ങുമ്പോൾ 2 എണ്ണമൊക്കെ ഫ്രീ തരും. പക്ഷെ അത് ഡാമേജും ആയിരിക്കും. പക്ഷെ ഫ്രീ ആകുമ്പം ഡാമേജ് ആയാലും വാങ്ങിപ്പോവും. അപ്പോൾ ഇതൊരു കോളാമ്പി സ്റ്റൈലിലെ ചട്ടിയാണ്. അതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് അത് വാങ്ങിയത്. അപ്പോൾ അതിന് അടിഭാഗം ഇല്ല. പൊട്ടിയതാണെങ്കിലും ചിലപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓട്ടിൻ്റെ കഷ്ണമൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയൊക്കെയോ ഇട്ടിട്ട് ഞാനതൊന്ന് സെറ്റാക്കി എടുത്തു. സ്നേക്ക് പ്ലാന്റിന് ഒരു മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല. അതിന് മണ്ണും ചാണകപ്പൊടിയും മാത്രം മതി. പണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഇത് ഇഷ്ടംപോലെ കിടന്നിരുന്നു, മഴയും വെയിലൊക്കെ കൊണ്ടിട്ട്. പക്ഷെ ഇപ്പോൾ അധികം വെയിലൊന്നും കൊള്ളുന്ന ഇഷ്ടമല്ല. അതിപ്പം ഒരു ഫെയ്ഡായി പോകും. ചട്ടിയിലൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ട് നഴ്സറിയിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവും. നല്ല പ്ലാന്റാണ്, ഇൻഡോറിൽ നമുക്ക് വെക്കാൻ പറ്റും. മെയിൻ്റനൻസും ആവശ്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് റൗണ്ടാക്കി സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കും പഴയ പാം ലീഫ് ഒന്നുകൂടി വലിച്ചു നോക്കി. പക്ഷെ അവിടെ വരുന്നില്ല. അവസാനം ഞാൻ കയറിപ്പോന്നു.